കുറച്ചു നേരം ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്ന് റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും കൈ വല്ലാണ്ട് തരിച്ചിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കൈ തരിപ്പും കടച്ചിലും വരിക, അതേപോലെ നമ്മൾ ചായ ഗ്ലാസ്സൊക്കെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ തരിപ്പ് വരുന്ന കംപ്ലയിൻറ്റ്സ് കുറേ ആളുകൾ OPയിൽ പറയാറുണ്ട്. ഇത് വരുന്നത് പ്രധാനമായിട്ടും കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിലാണ് ഈ ഒരു കൈയുടെ തരിപ്പും വേദനയും കാണുന്നത്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ റിസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബാൻഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനടിയിലൂടെ ഒരു ചെറിയൊരു ടണൽ പോലെയുള്ളൊരു പോർഷൻ ഉണ്ട്. ആ ഭാഗത്ത് കൂടിയാണ് കയ്യിലേക്കുള്ള മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റ്സും അതേപോലെ ഞരമ്പും ഒക്കെ പാസ് ചെയ്ത് പോകുന്നത്. ഈ ഒരു ബാൻഡിന് എന്തെങ്കിലും കാരണം കൊണ്ട് തടിപ്പ് വരിക, എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളോ വരിക, ഈ ടണലിൻ്റെ സൈസ് കുറയുന്ന സമയത്ത് ഈ ഞരമ്പ് അതിനുള്ളിൽ കുടുങ്ങി പോകുമ്പോഴാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നത്. ആ ഞരമ്പ് കുടുങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് കയ്യിലേക്ക് തരിപ്പും കടച്ചിലും ഒക്കെ ആയിട്ട് വരാം. ഏറെക്കാലമായിട്ട് നിലനിൽക്കുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ മസിലുകൾക്ക് വേസ്റ്റിംഗ്, അതായത് മെലിച്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കയ്യിൽ തരിപ്പും കടച്ചിലും വരുന്ന മറ്റൊരു അസുഖം കൂടിയുണ്ട്. നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ അവിടെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ, അപ്പോൾ അത് കഴുത്തിലെ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ തേയ്മാനമോ ഒക്കെ കൊണ്ടാവാം ആ ഒരു ബ്ലോക്ക് വരുന്നത്. പ്രത്യേകിച്ചും C6 C7 ലെവലിൽ വരുന്ന നെർവിൻ്റെ കംപ്രഷനിലാണ് ഈ ഒരു ഭാഗത്തേക്ക് കടച്ചിലും തരിപ്പും ഒക്കെ വരും. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ അതിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ തന്നെ ഒരുപാട് റിലീഫ് കിട്ടുന്ന, അതായത് സർജറി ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് റിലീഫ് കിട്ടുന്നൊരു അസുഖമാണിത്. അപ്പം നമുക്കതിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക, അതേപോലെ തന്നെ ഐസ് പാക്ക് വയ്ക്കുക, അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് കൺട്രോളിലാക്കി എടുക്കാൻ പറ്റും.